അങ്ങനെ നാളെയാണ് പുഷ്പ 2 വീണ്ടും തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻസാണ് എൻ്റെ ഒരു വീഡിയോ. കാരണം പുഷ്പ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ ജസ്റ്റ് പോയി കണ്ട ഒരു പടമാണ്. പിന്നെ സുകുമാറിൻ്റെ പടമല്ലേ, ആളുടെ ഒരു പടങ്ങൾ എനിക്ക് ഇഷ്ടമാണ്, തെലുങ്ക് പടങ്ങൾ. അത്യാവശ്യം എനിക്ക് തിയേറ്ററിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് പുഷ്പ. കുറേ ആൾക്കാർക്ക് പുഷ്പ ഇഷ്ടമായില്ല എന്ന് പറയണ്ടേ, എനിക്ക് ഓക്കെ ആയിരുന്നു. കാരണം ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഗംഭീര പടമായിരുന്നു പുഷ്പ. പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് അല്ലു അർജുന് നാഷണൽ അവാർഡ് വിന്നിങ് പെർഫോമൻസ് ഒന്നും പടത്തിലുണ്ടായില്ല. അത് കറക്റ്റാണ്, നാഷണൽ അവാർഡ് വിന്നിങ് പെർഫോമൻസ് ഒന്നും ഉണ്ടായില്ല. പക്ഷേ അല്ലു അർജുൻ ആ ഒരു സിനിമയിൽ ഇട്ട എഫക്റ്റ്, കാരണം ആളുടെ എല്ലാ പടങ്ങളും നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. മഹേഷ് ബാബു ഇടുന്ന പോലെ തന്നെയാണ് സെയിം. ആളുടെ ഒരു ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ് ആണെങ്കിലും ആളുടെ ഒരു ആക്ടിങ് പാറ്റേൺ സെയിം ആയിരിക്കും. ഫിസിക്കാണെങ്കിലും ബോഡി ലാംഗ്വേജ് അടക്കം. അല്ലുവിനെ ഏറ്റവും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ബോഡി ലാംഗ്വേജ്. പക്ഷേ പുഷ്പ ഫസ്റ്റ് പാട്ടിന് വേണ്ടിയിട്ട് ആളാ ബോഡി ലാംഗ്വേജ് വരെ മാറ്റി. അപ്പോൾ ആളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആളുടെ ഒരു ആക്ടിങ്ങിൽ ആൾ ഭയങ്കര ഒരു വ്യത്യാസം കൊണ്ടുവന്നൊരു സിനിമ പുഷ്പയായിരുന്നു. പക്ഷെ അതൊരു നാഷണൽ അവാർഡ് കിട്ടാനുള്ള അത്രക്ക് പുറത്തൊന്നുമല്ല. പക്ഷെ എന്നാലും നന്നായി പെർഫോം ചെയ്തൊരു പടമായിരുന്നു അല്ലു അർജുൻ. അത് സമ്മതിക്കാതെ, കാരണം അല്ലു അർജുനെ മറ്റ് സിനിമകളെ പോലെ ഒന്നല്ല, പുഷ്പക്ക് വേണ്ടി ആൾ അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഫസ്റ്റ് പാർട്ടിന് തന്നെ. അപ്പോൾ പുഷ്പ വലിയൊരു എന്താ പറയുക 2 മണിക്കൂർ 50 മിനിറ്റുള്ള വലിയൊരു ഫസ്റ്റ് പാർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ സെക്കൻഡ് പാർട്ടിനുള്ള ഒരു ടൈലൻഡ് വെച്ചിട്ടാണ് പോയത്. അങ്ങനെ സെക്കൻഡ് പാർട്ട് ഇപ്പോൾ നാളെ ഇറങ്ങുകയാണ്, പുഷ്പ 2 ദി റൈസ്. അപ്പോൾ അതിലായിരിക്കും കൂടുതൽ ഇനി ഫഹദ് ഫാസിലിൻ്റെ റോളായിട്ടുള്ള ആ ബൻവർ സിക്കാവത്ത്, എന്താളുടെ പേര്, വലിയൊരു പേരാണല്ലോ, ആ ഒരു ക്യാരക്ടറായിട്ടുള്ള ഇതായിരിക്കും. കാരണം പുഷ്പ ഫസ്റ്റ് പാർട്ടിൽ തന്നെ ആളുടെ ഒരു എല്ലാം ബിൽഡ് ചെയ്ത് എല്ലാം സെറ്റായി. കാരണം ആ പുഷ്പയുടെ ആ ഒരു വേൾഡ് നമ്മൾക്ക് പ്രസൻറ്റ് ചെയ്യേണ്ട സുകുമാർ ചെയ്തത്. ഇനി സെക്കൻഡ് പാർട്ടിലായിരിക്കും മെയിനായിട്ടുള്ള എല്ലാ സംഭവവും വരിക. ഒരു പ്രത്യേകിച്ച് അതിൻ്റെ സ്കെയിൽ തന്നെ മാറിപ്പോയില്ലേ. കാരണം നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഈ പുഷ്പയുടെ സെക്കൻഡ് പാർട്ടിനെ കുറേ ഭാഗങ്ങൾക്ക് ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. പക്ഷെ ആ സമയത്തായിരുന്നു KGF 2 റിലീസായത്. KGF ആ ഒരു സ്കെയിലും പിന്നെ അവർ മാർക്കറ്റ് ചെയ്ത രീതി തന്നെ ഭയങ്കരമായിരുന്നല്ലോ. അതിൻ്റെ കളക്ഷൻ ഏകദേശം 1000 കോടിക്ക് മേലെ പോയി. അപ്പോൾ അത് കണ്ടപ്പോൾ അവർ ആ രീതിക്ക് ഇറക്കേണ്ട ഒരു പടം എന്നുള്ള രീതിയിൽ അതിൻ്റെ സ്കെയിൽ തന്നെ മാറ്റി, പ്രൊഡക്ഷൻ കൂട്ടി, അതിൻ്റെ സ്ക്രിപ്റ്റിൽ കുറേ ചേഞ്ചസ് വരുത്തി, അങ്ങനെ വീണ്ടും റീവർക്ക് ചെയ്തിട്ടാണ് പുഷ്പ 2 ഇപ്പോൾ റിലീസിന് വീണ്ടും വരുന്നത്. അപ്പോൾ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് അവർ പുഷ്പ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട്. അതെന്താവും തിയേറ്ററിൽ ശരിക്കും കാണാം. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ രശ്മിക മന്ദാനയുടെ ഒരു പെർഫോമൻസ് കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു കണ്ടിരിക്കാൻ. എന്തായാലും എൻ്റെ ഒരു ഊഹം വെച്ച് നോക്കുകയാണെങ്കിൽ പുഷ്പ 2 തന്നെ ആളുടെ ജീവിതം മിക്കവാറും തീരുമാനമാവേണ്ടതാണ്. വെറുതെ പറയുന്നുണ്ട്, സ്പോയിലറാണ്. പിന്നെ നിങ്ങൾ തന്നെ കുറേ മറ്റേ വാട്സപ്പിലൊക്കെ കുറേ ഇമേജ് കണ്ടിട്ടുണ്ടാവും രശ്മിക ചത്ത് കിടക്കണം. അതൊന്നും ഈ സിനിമയുടെ ഒന്നുമല്ല, അതൊക്കെ വേറെ പടത്തിൻ്റെ സ്ക്രീൻഷോട്ട്സാണ്. അങ്ങനെ രശ്മിക എനിക്കറിയില്ല. ഫഹദ് ഫാസിലിനായിരിക്കും സെക്കൻഡ് പാർട്ടിൽ ഗംഭീര റോളായിരിക്കും. കാരണം മെയിനായിട്ടുള്ള വില്ലൻ ഇപ്പോൾ ഫഹദ് ഫാസിലാണ്. പിന്നെ അല്ലു അർജുൻ്റെ ആ ഒരു പുഷ്പ എന്നിട്ടുള്ള ഈ ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ആ ഒരു കളിയായിരിക്കും മൊത്തം ഈ പുഷ്പ 2 കാണാൻ പോകാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ലെങ്ത്താണ്, അങ്ങനെയായ ലെങ്ത്താണ്. 3 മണിക്കൂർ 20 മിനിറ്റ് 80 സെക്കൻഡാണ്. അത്രയും വലിയ ലെങ്ത്താണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. കാരണം സെൻസറിങ്ങിൽ തന്നെ കുറച്ചൊക്കെ കട്ടായി പോയിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ഇത്രയും കുഴപ്പമില്ല. കാരണം 3 മണിക്കൂർ 20 മിനിറ്റോളം ലെങ്ത് ഉണ്ടായിരുന്നൊരു പടം തന്നെയായിരുന്നു ആനിമൽ. ശരിക്കും പറഞ്ഞാൽ ലെങ്ത് ഒന്നും ഒരിക്കലും ഒരു പ്രശ്നമില്ല, അത് എൻഗേജ് ചെയ്തിരുത്താൻ ഡയറക്ടർക്ക് പറ്റിയാൽ മതി. അല്ലെങ്കിൽ 3.5 മണിക്കൂർ 3.25 മണിക്കൂർ പോയാലും കുഴപ്പമൊന്നുമില്ല. ആനിമലൊക്കെ ഞാൻ അത്രയും എൻജോയ് ചെയ്ത് കണ്ട പടമായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടമുള്ള സിനിമയായിരുന്നു. കുറേ ആൾക്കാർക്ക് അതും ഇഷ്ടമായില്ല എന്ന് പറയണ്ടേ. പക്ഷേ പുഷ്പ 2 ഭയങ്കര എക്സ്പെക്റ്റേഷനോടുകൂടി കുറേ ആൾക്കാർ പോകുന്നുണ്ട്. ഓരോ എക്സ്പെക്റ്റേഷനിലൊക്കെ അതൊന്ന് പോയി കണ്ടു നോക്കാനാണ് ഞാൻ പറയാം. കാരണം നമുക്കൊന്നും അറിയാൻ പാടില്ല എന്താണ് സിനിമയിൽ വരാൻ പോകുന്നത്. ഏകദേശം ഒരു ഗസ്റ്റ് അടിച്ച് നോക്കുകയാണെങ്കിൽ മിക്കവാറും പുഷ്പ ഫസ്റ്റ് പാർട്ടിൻ്റെ കുറച്ചുകൂടി എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു പുള്ളിയുടെ വേറൊരു വേൾഡായിരിക്കും കാണിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ പുഷ്പ 2ൻ്റെ സൗണ്ട് മിക്സ് ചെയ്ത ആൾക്കാർ ഒരു പൊട്ടത്തരം കാണിച്ച് അവർ സാധനം മിക്സ് ചെയ്തു എന്ന് കാണിക്കാനായിട്ട് ആ സിനിമയുടെ ഏതെങ്കിലും ഒരു ഇമേജസ് എന്തെങ്കിലും കാണിച്ചിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ അവർ പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് ഓക്കെയാണ്, കോമൺ ആയിട്ടുള്ള സംഭവം തന്നെയാണ്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ പുഷ്പ 3 ഉണ്ടെന്നുള്ളത് തന്നെ അതിൻ്റെ പേരടക്കമുള്ള ഫോട്ടോ തന്നെ അവർ കൊണ്ടുവച്ചു. അതൊരു സർപ്രൈസാണ് ശരിക്കും. കുറേ ആൾക്കാർക്ക് അറിയാം ശരിക്കും പുഷ്പ 3 ഉണ്ടാവും, കാരണം ഓൾറെഡി അവർ പറഞ്ഞതാണ്. എന്നാലും അത് ബ്രേക്ക് ചെയ്യേണ്ടായിരുന്നു, കാരണം അത് തിയേറ്ററിൽ തന്നെ ആൾക്കാർ കാണാമായിരുന്നു. കുഴപ്പമില്ല. അപ്പോൾ പുഷ്പ 2 ഇത് അവസാനിക്കില്ല, 3 എന്തായാലും ഉണ്ടാവും. അപ്പോൾ പുഷ്പ 2 എന്താവുന്നു നാളെ കണ്ടിട്ട് നാളെ വീഡിയോ ഇട്ട് പറയാം.